ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഹാപ്പി സൺഡേ. ഞാനെന്ന് ജസ്റ്റ് നിങ്ങൾക്ക് മെസ്സേജസ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഓക്കെ, യൂണിവേഴ്സിൻ്റെ മെസ്സേജസ് മാത്രം. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് ഗൈഡൻസ്, യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജസ് എന്താണെന്ന് മാത്രം നമുക്ക് നോക്കാം. ഒറക്കിൾ കാർഡ്സ് ഇത് വെച്ചിട്ട് മാത്രം. ഓക്കെ, ഷോർട്ട് റീഡിങ്ങേ ആവുള്ളൂ. ഓക്കെ, എൻലൈറ്റൻമെൻറ്റ്, ചിൽഡ്രൻ. Okay. Opportunity knocks. Money. Good fortune. Okay, ഇവിടെ ഇരുന്നോട്ടെ. ഇരിക്കട്ടെ. ഓക്കെ, വേറെ ഡെക്ക് കൂടി എടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഞാൻ ഒന്നിച്ച് പറയാം. നിങ്ങൾക്ക് വേറെ എന്താണ് മെസ്സേജസ് യൂണിവേഴ്സിൽ നിന്ന്? ഇന്ന് ഞാൻ അങ്ങനെ ലോങ് റീഡിങ് ആക്കാൻ പ്ലാനില്ല. നിങ്ങൾക്ക് വരാൻ പോകുന്ന ഓക്കെ, ഇത് ചാടി വന്നതും ഇതായിരുന്നു. ഓക്കെ, ലവ്, കോഫിൻ, സൺ, പേഷ്യൻസ്. ഓക്കെ, ഒന്നുകൂടി എടുത്തേക്കാം. ഫ്ലവേഴ്സ്. ഓക്കെ, ഓക്കെ, ഇത് ഇവിടെ ബോട്ടം ഡെക്ക് എനിക്ക് പറയാൻ തോന്നുന്നുണ്ട്. ലവേഴ്സ് കാർഡാണ്. ദർ ആർ 2 paths ahead, ബി ട്രൂ ടു യുവർ സെൽഫ് എന്ന് പറയുന്നുണ്ട്. ഇതിൽ മെയിനായിട്ട് നമ്മൾ ഇത് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എടുക്കണ്ട. നിങ്ങളുടെ ലൈഫിൽ ഒരു ചോയ്സ് വരുന്ന കാര്യമാണ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കൊരു ചോയ്സ് ഫേസ് ചെയ്യേണ്ടി വരും. അതായത് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ചില സമയത്ത് നമുക്ക് അങ്ങനെയാണ് അല്ലേ, നമ്മുടെ ലൈഫിൽ നമുക്ക് എന്ത് വേണം എന്നുള്ള ഒരു ഞാൻ ഇനി ഇത് ഒരേ കാര്യം നമ്മൾ മുന്നോട്ട് ചെയ്യണോ, വിട്ടിട്ട് പോകണോ, മാറണോ, അതോ രണ്ട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ അതിലേത് എടുക്കണം എന്നുള്ളൊരു ചോയ്സ് എപ്പോഴും നമ്മുടെ മുമ്പിൽ വരും. അത് പല കാര്യങ്ങളിലും ആവാം. ലൈക്ക് ജോലി, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമല്ല, നമ്മൾ ചെയ്യേണ്ട ജസ്റ്റ് നമ്മുടെ നോർമൽ ലൈഫിലും. ഓക്കെ, ഞാൻ ഇങ്ങനെ ചെയ്യണോ, അങ്ങനെ ഒരു 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 കൺഫ്യൂഷൻ നമ്മുടെ മൈൻഡിൽ എപ്പോഴും ആ ഒരു ചോയ്സിൻ്റെ കാര്യം. ആ ചോയ്സുകൾ വരുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ബി ട്രൂ ടു യുവർ സെൽഫ് എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ ആദ്യം നിങ്ങളോട് നീതി ചെയ്യുക, നിങ്ങളോട് ന്യായം ചെയ്യുക, നിങ്ങൾ അവനവനോട് ന്യായം ചെയ്യുക എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് നിങ്ങൾ മനസ്സിലാക്കുക, അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. നിങ്ങളുടെ മനസ്സിൽ ശരിയെന്ന് തോന്നുന്നത് എന്താണ് അതനുസരിച്ച് പ്രവർത്തിക്കുക. മറ്റുള്ളവരെ വാക്ക് കേട്ടിട്ടോ, മറ്റുള്ളവർ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു അതുപോലെയൊന്നും നിങ്ങൾ ചെയ്യരുത്. എപ്പോഴും നിങ്ങളുടെ ഭാഗം, നിങ്ങൾ ന്യായം, എന്താ പറയുക, നിങ്ങളോട് തന്നെ നിങ്ങൾ ന്യായം ചെയ്യുക എന്ന രീതിയിലാണ്. ഓക്കെ, ആ ചോയ്സ് അപ്പോഴേ നിങ്ങൾക്കത് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ഇവിടെ എൻലൈറ്റ്മെൻറ്റ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഐ തിങ്ക് സ്പിരിച്വലി നിങ്ങൾ ഒരുപാട് ഗ്രോ ചെയ്യുന്നുണ്ടാവാം. ഇല്ലെങ്കിൽ നിങ്ങൾ കുറെ കൂടി സ്പിരിച്വലി ഗ്രോ ചെയ്യാൻ ശ്രമിക്കുക, ദൈവത്തിനോട് അടുക്കുക. ഓക്കെ, പ്രാർത്ഥനകളെ കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾ ഏത് തന്നെ വിശ്വാസങ്ങൾക്ക് ഉള്ളത് ആയാലും ശരി, നിങ്ങൾ ദൈവത്തിനോട് കൂടുതൽ അടുക്കുക. എനിക്ക് പ്രാർത്ഥനകളിലേക്ക് കൂടുതൽ അടുക്കുക. ഒരു പവർ, നമ്മളൊക്കെ മേലെ ഒരു പവർ ഉണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണത്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട്. നമ്മളെല്ലാം വെറും ഒരു തുച്ഛം ആയ മനുഷ്യരെ എന്ന് നമ്മൾ എന്താ പറയുക, അറിയാലോ നിങ്ങൾക്കൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മളൊന്നൊന്നുമല്ല എന്നൊരു തിരിച്ചറിവ് നമുക്ക് വരാൻ, ആ ഒരു യൂണിവേഴ്സൽ പവറിൽ നമ്മളൊരു ബിലീഫ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതൽ സ്പിരിച്വൽ ആവുന്നുണ്ടാവും ഓൾറെഡി. ഓക്കെ, നിങ്ങൾ കുറേ കൂടി അതിലേക്കൊക്കെ അടുക്കാൻ ശ്രമിക്കുക, സ്പിരിച്വൽ പാത്തിലേക്ക് നിങ്ങൾ വരാൻ ശ്രമിക്കുക. കാരണം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ലൈഫിൽ മുന്നോട്ട്. ഓക്കെ, ആ ചില തിരിച്ചറിവുകൾ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ചിൽഡ്രൻ എന്ന് പറയുന്നത്, നോ ദാറ്റ് യു ചിൽഡ്രൻ ആർ പ്രൊട്ടക്റ്റഡ്. ചിലവരിവിടെ നിങ്ങൾ കുട്ടികളെ കുറിച്ച് ഓർത്ത് എന്തെങ്കിലും കൺസേൺ ഉണ്ടാവാം. നിങ്ങളുടെ കുട്ടികൾക്ക് എന്തെങ്കിലും പറ്റുന്നതായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ മനസ്സിൽ, അതായത് അവർ ഓക്കെ ആവുമോ, എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ, അവരുടെ ലൈഫ് ഓക്കെ ആയിരിക്കുമോ എന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ ചില ടെൻഷനോ കാര്യങ്ങളോ ഉണ്ടാവാം. ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് നിങ്ങളുടെ കുട്ടികൾ പ്രൊട്ടക്റ്റഡ് ആണ്, യൂണിവേഴ്സ് അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഒരു ടെൻഷൻ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചേക്കൂ. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നു, നിങ്ങളുടെ കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇത് സ്പെസിഫിക് ആയിട്ട് കുട്ടികളുടെ കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ പക്ഷെ ഒരു ആങ്സൈറ്റി ഉണ്ടാവാം. ഓക്കെ, പക്ഷെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് പേടിക്കണ്ട, അവരൊക്കെ ആവും, അവരൊക്കെ ആണ്, ഞാൻ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്.
ഓക്കെ. ആൻഡ് ഓപ്പർച്യൂണിറ്റി നോക്സ്, നിങ്ങൾക്ക് അവസരങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരും എന്നാണ് പറയുന്നത്. ഓക്കെ. ആൻഡ് അത് സ്പെഷ്യലി ഗോ ഫോർ ഇറ്റ് എന്നുണ്ട്. ഓക്കെ. നിങ്ങൾ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ടെങ്കിൽ അത് എടുത്തേക്കാം. ഓക്കെ. അത് ഞാൻ വിചാരിച്ചതല്ല വന്നത്, ഇതിലെനിക്ക് വേറെ എന്തൊക്കെയോ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ അതിലെനിക്ക് ഇത്ര ഞാൻ വിചാരിച്ച സാലറി ഇല്ല, ഞാൻ വിചാരിച്ച സ്ഥലമല്ല, അങ്ങനെയൊക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ മാറ്റി വെക്കാം. ഓക്കെ. എന്ത് തന്നെ ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുമ്പിൽ യൂണിവേഴ്സ് കൊണ്ടു തരുന്നുണ്ടെങ്കിലും അത് നിങ്ങൾ എടുക്കാം. ഓക്കെ. കാരണം അതൊരു നിങ്ങൾക്ക് അവസരം തരാണ് യൂണിവേഴ്സ്. ഓക്കെ. അതിൽ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്തോ ഇല്ലേ എന്നുള്ളത് നോക്കണ്ട, വരുന്നത് അപ്പം എടുക്കാം. ഓക്കെ. അത് ചെയ്യാൻ തുടങ്ങാം. ഓക്കെ. ചിലപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ലെസൺ പഠിക്കാനായിരിക്കും, ചിലതിൽ നിന്ന് നമുക്ക് എക്സ്പീരിയൻസ് കിട്ടാനായിരിക്കാം. ഓക്കെ. ചിലത് നമുക്ക് കുറച്ച് ഒരു 10 ദിവസം ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ വിടേണ്ടി വന്നേക്കാം, സാരമില്ല, എന്നാലും വിരോധമില്ല. ഓക്കെ. പക്ഷെ നിങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഒരു അവസരം വരുന്നുണ്ടെങ്കിൽ നിങ്ങളത് എടുക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ. എന്തെങ്കിലും റീസൺ ആലോചിച്ച് ഇതല്ല എനിക്ക് വേണ്ടിയിരുന്നത്, ഇതിൽ ഞാൻ വിചാരിച്ചത്ര സാലറി ഇല്ല, അല്ലെങ്കിൽ ഇത് ജോലി ദൂരെയാണ്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഞാൻ വിചാരിച്ച വ്യക്തിയല്ല, അങ്ങനെ എന്ത് തന്നെ ആയാലും ഓരോന്നും നിങ്ങളുടെ മുമ്പിൽ എന്ത് വരുന്നോ അത് എടുക്കാനാണ് പറയുന്നത്. ഓക്കെ. ആൻഡ് മണി എന്നുണ്ട് ഫൈൻഡ് എ വേ ടു അബൻഡൻസ്. ഓക്കെ. അതാണ് ഞാൻ പറഞ്ഞത്, ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് പലതരത്തിൽ വരും. ഓക്കെ. നിങ്ങൾ അത് എടുക്കാൻ നിങ്ങൾ തയ്യാറായാൽ മാത്രം മതി. ഇപ്പോൾ എന്തും ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുക, ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഓക്കെ. അത് എത്ര ചെറിയ ജോലിയാണോ വലിയ ജോലിയാണോ, ഞാൻ വിചാരിച്ച പോലത്തെ ജോലിയാണോ, ഞാൻ പഠിച്ച ഫീൽഡാണോ, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒന്നും ചിന്തിക്കാതിരിക്കുക. നിങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ടെങ്കിൽ അതെടുത്ത് നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങൾക്കത് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും, നിങ്ങളുടെ മണി അബണ്ടൻസിലേക്ക് എത്താനുള്ള ഒരു വഴിയായിരിക്കും അത്. ഓക്കെ. യൂണിവേഴ്സ് നിങ്ങൾക്ക് തുറന്നു തരാണ് വഴികൾ, അതെടുക്കാം. ഞാൻ ഗുഡ് ഫോർച്യൂൺ ഇൻവൈറ്റ് മാജിക് ഇൻ, ഗുഡ് ഫോർച്യൂൺ വരുന്നുണ്ട് നിങ്ങൾക്ക് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ലക്ക് വരുന്നുണ്ട്, നിങ്ങൾക്ക് ഭാഗ്യം വരുന്നുണ്ട്, നിങ്ങൾക്ക് ഫോർച്യൂൺ നിങ്ങൾക്ക് കിട്ടും എന്നാണ് പറയുന്നത്. മീൻസ് നിങ്ങളുടെ ലൈഫിൽ അബണ്ടൻസ് വരും എന്ന രീതിയിൽ. പക്ഷേ ആ അബണ്ടൻസ് വരണമെങ്കിൽ ഈ ഒരു മെയിൻ കാര്യം ഞാൻ പറഞ്ഞു, ഓപ്പർച്യൂണിറ്റി എന്ത് കിട്ടിയാലും നിങ്ങൾ ചെയ്യാൻ തുടങ്ങാം. ഓക്കെ. ആൻഡ് ചിലവർക്ക് ഇവിടെ ലവ് എന്ന് കാണുന്നുണ്ട്. ലവ് സറൗണ്ട്സ് ഓൾ യുവർ കണക്ഷൻസ്, മൂവ് ഫോർവേഡ് പോസിറ്റീവ്ലി ഇൻ ഓൾ ഏരിയാസ് ഓഫ് യുവർ ലൈഫ്. ചിലവർക്ക് ഇവിടെ നിങ്ങൾക്ക് റിലേഷൻഷിപ്സിൽ എന്തെങ്കിലും ബെറ്റർമെൻറ്റ് വരുന്നുണ്ട്. അത് മാത്രമല്ല ഇവിടെ എനിക്കിവിടെ ഇത് ഫീൽ ചെയ്യുന്നത്, നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ അന്വേഷിക്കുന്ന സ്നേഹം ഓക്കെ നിങ്ങളുടെ ചുറ്റും ഓൾറെഡി ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ. നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് വേറൊരു വ്യക്തിയിൽ നിന്നായിരിക്കാം. ഓക്കെ. വേറെ ആരെങ്കിലും നിങ്ങളെ സ്നേഹിക്കണം, വേറൊരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കണം, നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളെ സ്നേഹിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളെ സ്നേഹിക്കണം എന്നൊക്കെ ആയിരിക്കാം നിങ്ങളുടെ മനസ്സിൽ. പക്ഷെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ചുറ്റും സ്നേഹമുണ്ട്, ഓൾറെഡി ഉണ്ട്, അതിനെ നിങ്ങൾ തിരിച്ചറിയാം. ഓക്കെ. അങ്ങനെ നമ്മൾ കണ്ടു തുടങ്ങുമ്പോൾ, നമ്മൾ ആ ഒരു ബ്ലെസ്സിങ് നമ്മൾ തിരിച്ചറിഞ്ഞ് തുടങ്ങുമ്പോൾ നമുക്ക് എല്ലാ ഇതിലും നമുക്ക് കൂടുതൽ സ്നേഹം നമ്മളിലേക്ക് വരും എന്നാണ് പറയുക. ആൻഡ് അവനവനെ സ്നേഹിക്കുക എന്നുള്ള ഒരു പോയിന്റ് കൂടിയുണ്ട്. ഓക്കെ. നിങ്ങൾ ആ സ്നേഹം ആദ്യം അവനവനെ നിങ്ങൾ കൊടുക്കുന്നുണ്ടോ അതും കൂടി നോക്കൂ. എന്നാൽ മാത്രമേ നമുക്ക് പുറത്ത് മീൻസ് മറ്റു ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് സ്നേഹം നമുക്ക് കിട്ടുകയും ചെയ്യുള്ളൂ. ഓക്കെ. ആൻഡ് കോഫിൻ നാച്ചുറൽ എൻഡിങ്സ് അബൗണ്ട്, ടേക്ക് കെയർ വിത്ത് യുവർ ഹെൽത്ത്. ഓക്കെ. ചിലവർക്ക് ചില സിറ്റുവേഷൻ എന്തെങ്കിലും നിങ്ങൾക്ക് അസുഖങ്ങൾ വരാനോ മീൻസ് എൻഡിങ് എന്ന രീതിക്ക് എടുക്കണ്ട, ആ രീതിക്ക് എടുക്കരുത്. പക്ഷെ നിങ്ങളുടെ ഹെൽത്ത് ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്. അത് മാത്രമല്ല ഇത് പറയുന്നത് നിങ്ങളുടെ ചില സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് എൻഡായി പോകുന്നതാണ്. സിറ്റുവേഷൻ്റെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് അസുഖമോ ഡെത്തോ അങ്ങനത്തെ അല്ല, ചിലവർക്ക് അതും ഉണ്ടാവാം. നിങ്ങളുടെ അല്ല, സോറി, അങ്ങനെ വിചാരിക്കരുത്, അയ്യോ ദൈവമേ, അങ്ങനെയല്ല. പക്ഷെ നിങ്ങളുടെ ചുറ്റും ചില കാര്യങ്ങൾ ലൈക്ക് ഓക്കെ. ഇവിടെ പറയുന്നത് മെയിനായിട്ട് നിങ്ങളുടെ സിറ്റുവേഷൻസ് എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്, എന്തെങ്കിലും എൻഡിങ് എന്ന രീതിക്ക് കാണുന്നുണ്ട്. അത് ചില സാഹചര്യങ്ങൾ സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് എൻഡായി പോകുന്നുണ്ടാവാം. ഓക്കെ. വ്യക്തികളായിരിക്കാം, ജോലിയായിരിക്കാം, എന്തെങ്കിലും നിങ്ങൾ മാറ്റം വരുത്തേണ്ട കാര്യം ഉണ്ടാവും, മാറ്റം വരുന്നുണ്ടാവും. ഓക്കെ. അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എൻഡിങ് വരും. ആ എൻഡിങ്സ് വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും അതിനെ ഒരുപാട് ഓർത്ത് വിഷമിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ. സോ നിങ്ങളോട് പറയുന്നത് എല്ലാം ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. ചിലത് എൻഡായാലേ ചിലത് പുതിയത് തുടങ്ങുള്ളൂ, അല്ലേ? പുതിയ ഓപ്പർച്യൂണിറ്റി വരണമെങ്കിൽ വേറെ പഴയത് ചിലത് നമ്മൾ എന്തായാലും നമുക്ക് പുതിയ ഓപ്പർച്യൂണിറ്റിയിലേക്ക് നമ്മൾ പോകുള്ളൂ, അല്ലേ? സോ അങ്ങനെ ആ രീതിക്ക് ചില എൻഡിങ്സ് നിങ്ങൾക്ക് വരുന്നുണ്ടാവും, പേടിക്കണ്ട എന്നാണ് പറയുന്നത്. ഓക്കെ. നിങ്ങൾ ഒരുപാട് ഡിപ്രഷനിലേക്കോ വിഷമോ സങ്കടമോ ഒന്നും വരുത്തി വെക്കരുത്. ഓക്കെ. ആൻഡ് സണ്ണും ഉണ്ട് ഇവിടെ. ഞാൻ പറഞ്ഞല്ലേ, നിങ്ങൾക്ക് പുതിയ ഗ്രോത്ത് വരും. ആ ഗ്രോത്ത് വരണമെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അവസാനിക്കണം. ആ അവസാനിച്ചാൽ മാത്രമേ പുതിയ ഗ്രോത്ത് വരുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ പോസിറ്റീവ്നെസ്സിലേക്ക് നിങ്ങൾ ആ ഗ്രോത്ത് വരും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ നിങ്ങൾ മുന്നോട്ട് പോവാം.
ക്ഷമയോടെ ചെയ്യുക കാര്യങ്ങൾ. ഓക്കെ, ക്ഷമ വെക്കാൻ പറയുന്നുണ്ട്. സ്ലോ ഡൗൺ, ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ് ആൻഡ് ക്ലിയർ യുവർ മൈൻഡ്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ചിലപ്പോൾ ധൃതി ഉണ്ടാവും. എന്താണ് ഇത് കാര്യങ്ങൾ നടക്കാത്തത്, പെട്ടെന്നാവണം, എല്ലാം വേഗം വേഗം ആവണം, എന്താ ഇനി ആവാത്ത എന്ന രീതിയിൽ നിങ്ങളുടെ മനസ്സിലൊരു ആങ്സൈറ്റി ഉണ്ടാവും. നമുക്ക് സമയം കഴിഞ്ഞു പോകുന്നു, എൻ്റെ ഏജ് കഴിഞ്ഞു പോകുന്നു, മാരേജ് നടക്കുന്നില്ല, എനിക്കൊരു ജോലി കിട്ടുന്നില്ല, എനിക്ക് ആ ഉള്ള ജോലിയിൽ എനിക്ക് ഗ്രോത്ത് ഇല്ല എന്ന രീതിയിൽ ഇത് ഇനി എപ്പോഴാണ്, ഇനി ഏത് കാലത്താണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, അതൊക്കെ നമ്മുടെ ചുറ്റുപാടുള്ളവർ, നമ്മുടെ ഫാമിലീസ്, ഫ്രണ്ട്സ് എല്ലാവരും നമ്മൾ ഓരോരുത്തരും നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കും ആങ്സൈറ്റി കൂടും അല്ലേ. പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് ക്ഷമയോടെ ഇരിക്കൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ഷമയോടെ ഇരിക്കൂ, കാര്യങ്ങൾ നടക്കും. ഓക്കെ, അതിൻ്റെതായ സമയത്ത് നടന്നോളും. നമ്മൾ സമയം കഴിഞ്ഞു പോകുന്നു എന്ന് വിചാരിക്കുന്നതൊക്കെ വെറുതെയാണ്, അതിലൊന്നും അർത്ഥമില്ല. ഓക്കെ ഓക്കെ, ഇതിവിടെ ഫ്ലവേഴ്സ് എന്ന് പറയുന്നുണ്ട്. ഫ്ലവേഴ്സ്, ബി ജനറസ്, സക്സസ് ആൻഡ് ഇമോഷണൽ ഫുൾഫിൽമെന്റ് ആർ യുവേഴ്സ്. ഓക്കെ, നിങ്ങൾക്ക് സക്സസും എല്ലാ ഇമോഷണൽ ഫുൾഫിൽമെന്റും എല്ലാം വരും. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടാവുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരോടുകൂടി ആ ഒരു എന്താ പറയുക, ജനറസ് ആയിട്ട് ബിഹേവ് ചെയ്യുക എന്ന് വെച്ചാൽ ദാനം ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്ത് കിട്ടിയാലും അത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക എന്ന രീതിയിലാണ്. ഓക്കെ, അത് നിങ്ങളോട് പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നുണ്ട്. കുറച്ചുകൂടി ഐ തിങ്ക് എന്തെങ്കിലുമൊക്കെ ഡൊണേഷൻ കൊടുക്കലോ, അല്ലെങ്കിൽ മറ്റുള്ളവർ പൈസയായിട്ട് വേണമെന്നില്ല കേട്ടോ. ഓക്കെ, നിങ്ങളുടെ ഒരിത്തിരി സമയം, ചിലപ്പോൾ കുറച്ച് സമയത്തിൻ്റെ ഡൊണേഷൻ കൂടി വലിയൊരു കാര്യമാണ്. പ്രത്യേകിച്ച് സമയമാണ് ഇപ്പോൾ ആർക്കും ഇല്ലാത്തത്. സമയം നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി കുറച്ച് മാറ്റി വെച്ചാൽ അതിനേക്കാൾ വലിയ ദാനം വേറെ ഇല്ല. ഓക്കെ, മറ്റുള്ളവർക്ക് വേണ്ടി ഒരു ചെറിയൊരു ഒന്ന് കേൾക്കാൻ നിൽക്കുക, ഒരാളുടെ ഒരു ദുഃഖം കേൾക്കാൻ നിൽക്കുക, ഒരാളുടെ ഒരു വിഷമം കേൾക്കാൻ നിൽക്കുക, അവരെ ഒരു ചെറുതായിട്ടൊന്ന് മോട്ടിവേറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അത് തന്നെ വലിയ വലിയ കാര്യങ്ങളാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫ് കൂടി കൂടുതൽ ബെറ്റർ ആവുകയും ചെയ്യും. ഓക്കെ, സോ നിങ്ങൾക്ക് വരുന്നുണ്ട്, നല്ലത് വരുന്നുണ്ട്, ആൻഡ് വരുത്താൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, ഇതെല്ലാം വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് സാധിക്കും എല്ലാം ചെയ്യാൻ. ഓക്കെ, ബട്ട് ഈ ഒരു മെയിൻ പോയിന്റ് ഇതാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നിങ്ങളത് എടുക്കാതെ മാറ്റി വെച്ചിട്ട് പിന്നെ യൂണിവേഴ്സിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. യൂണിവേഴ്സ് നിങ്ങളുടെ മുമ്പിൽ ഓപ്പർച്യൂണിറ്റി തരും. ഓക്കെ, നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നു, ജോലി അപ്ലൈ ചെയ്തിരുന്നിട്ട് നിങ്ങൾ പറയുന്നു എനിക്ക് ഞാൻ IT ജോബ് അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുക, IT പോട്ടെ, എന്തെങ്കിലും ഒരു ഓഫീസ് ജോബ് നിങ്ങൾ അപ്ലൈ ചെയ്തു, ഓഫീസ് ജോബ് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ നിന്നിട്ട് കിട്ടിയില്ല. ഓക്കെ, വേറൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വന്നു, എന്തെങ്കിലും ഒരു സെയിൽസിൻ്റെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു തരത്തിൽ നിങ്ങൾക്കൊരു ജോബ് വന്നു, നിങ്ങൾ പറയും അയ്യോ അത് ഞാൻ പഠിച്ച ഫീൽഡല്ല, എനിക്ക് പറ്റില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് നിങ്ങളത് വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അവസരം പോയി അല്ലേ. നിങ്ങളുടെ മുമ്പിൽ ഒരു അവസരം യൂണിവേഴ്സ് തന്നതാണ്. നിങ്ങൾക്ക് സെയിൽസ് ജോബ് നിങ്ങൾക്ക് പറ്റാത്ത കാര്യമായിരിക്കാം, നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല ഇന്ന് വരെ, പക്ഷെ നിങ്ങൾ ശ്രമിച്ചു നോക്കിയോ, നിങ്ങളൊന്ന് ശ്രമിക്കാൻ തയ്യാറായോ, ഒന്ന് ശ്രമിച്ചെങ്കിലും നോക്കുക. ഓക്കെ, അത് നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ, നിങ്ങൾക്ക് മനസ്സിലാവണ്ടേ. നമ്മൾ പറയുന്നു ഞാൻ പഠിച്ച കാര്യമല്ല, ഞാൻ ചെയ്യാത്തൊരു കാര്യമാണ്, എനിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഇരുന്നാൽ എങ്ങനെയാണ് ശരിയാവുക. ഓക്കെ, ഞാൻ ശ്രമിക്കാം എന്ന് നിങ്ങളുടെ മൈൻഡ് മാറ്റൂ. അതാണ് ഇവിടെ പറഞ്ഞത്. ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ് എവിടെ ഉണ്ടായിരുന്നല്ലോ, ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. യെസ്, നിങ്ങളുടെ മനസ്സൊന്ന് നിങ്ങൾ അവനവനെ തന്നെ ഒന്ന് മാറ്റിയെടുക്കുക. ഓക്കെ, നിങ്ങളുടെ മൈൻഡിൻ്റെ ആറ്റിറ്റ്യൂഡ്സ് നിങ്ങൾ മാറ്റിയെടുക്കുക. എനിക്ക് സാധിക്കാത്തതായിട്ടൊന്നുമില്ല, ഞാൻ ശ്രമിക്കുകയെങ്കിലും ചെയ്യും, ശ്രമിച്ച് ഞാൻ തോറ്റാലും എനിക്ക് വിരോധമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പോകാൻ തുടങ്ങും. ഓക്കെ, അങ്ങനെ നിങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റി ദൈവം തരും. ആ ഓരോ ഓപ്പർച്യൂണിറ്റിയിൽ നിന്നും നിങ്ങൾക്ക് പഠിക്കാനും വളരാനും ഉള്ള അവസരങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അത് യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഗോളിലേക്ക് നിങ്ങൾ എത്തിയില്ല എന്ന് വിചാരിക്കരുത്. ആ ഗോളിലേക്ക് എത്താനുള്ള വഴികളാണ് എല്ലാം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതാണ് തിരിച്ചറിവ് എന്ന് പറയുന്നത്, എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു തിരിച്ചറിവ്, ദാറ്റ് യൂണിവേഴ്സ് എൻ്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് എന്തും എനിക്കൊരു അവസരമാണ്, എനിക്ക് വളരാനുള്ള ഒരു അവസരമാണ് എന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേടിയുണ്ടാവും, മനസ്സിൽ പേടിയുണ്ടാവും. അതിനൊക്കെ ഓവർകം ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ നിങ്ങൾ പറയുന്നു ഞാൻ സെയിൽസ് ജോബ് അല്ലെങ്കിൽ ഒരു കടയിലൊരു ജോലി എന്ന രീതിക്ക് അതിൽ സാലറി കുറവാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോവാതിരുന്നു കഴിഞ്ഞാൽ ആ വരുന്നത് പോലും നിങ്ങൾക്ക് ഇല്ലാതെ ആയില്ലേ. ഓക്കെ, നിങ്ങൾ വേറെ വലിയൊരു ജോലി എടുക്കുള്ളൂ, ഞാൻ വലിയൊരു ജോലിയെ ഞാൻ പോളൂ എന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ അവിടെ ഈ ചെറുത് നിങ്ങൾക്ക് ദൈവം ഒരു 100 രൂപ തരുന്നത് പോലും ഇല്ലാതെയായി. ഓക്കെ, അപ്പോൾ ആർക്കാ നഷ്ടം? നിങ്ങൾക്കല്ലേ നഷ്ടം, ദൈവത്തിന് നഷ്ടമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അവിടെ ആ 100 രൂപയ്ക്ക് പോലും നിങ്ങൾ ആ വില നമ്മൾ കൽപ്പിച്ച് നമ്മൾ ശരി അത്രയെങ്കിലും എനിക്ക് കിട്ടുമല്ലോ, ഞാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞ് നിങ്ങൾ ഇറങ്ങാൻ തയ്യാറായാൽ അത് ദൈവത്തിനോട് നമ്മൾ കാണിക്കലാണ്. ഓക്കെ, ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നു തന്നെ, ഇപ്പം എനിക്ക് 100 തരുന്നുണ്ട്, പിന്നീട് എനിക്ക് 1000 നീ തന്നോളും എന്ന് ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് കാണിച്ചാൽ ദൈവം നിങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ തരും, ബ്ലെസ്സിങ്സ് കൂടുതൽ കിട്ടും. ഓക്കെ, സോ എനിവേ ഞാൻ ഇന്ന് എന്താ പറയാൻ ഉദ്ദേശിച്ചത്, ഇന്നത്തെ ക്വസ്റ്റൻ ഒന്നുമില്ല, ജസ്റ്റ് യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന നിങ്ങൾക്ക് കുറച്ച് മെസ്സേജസ് ഞാൻ തന്നു എന്ന് മാത്രം. ഓക്കെ, എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കട്ടെ. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.